ഹലോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ എന്നാലും അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കാണുന്ന കുറച്ച് നല്ലവരായ അമ്മമാര് കാണുമല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന ചില നല്ലവരായ അമ്മമാര്. നിങ്ങൾ തന്നെ അറിയാലോ, ഇപ്പൊ ഇന്നലത്തെ ന്യൂസിലായിട്ട് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചു. അതിന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് കൊന്നേക്കുന്നത്, നെടുമങ്ങാട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങളെ അമ്മമാർക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്താൻ ഇഷ്ടമല്ല, എന്തിനാ നിങ്ങൾ അതിനെ ഉപദ്രവിക്കുന്നു? നിങ്ങൾക്ക് വേണ്ട എങ്കിൽ എത്രയോ അച്ഛനും അമ്മമാരും ഉണ്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നത്. അവർക്ക് കൊടുത്തുവിടായോ? ഓർഫനേജിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാലോ. എന്തിനാണ് ഒരു കുഞ്ഞിന്റെ ലൈഫ് കളയുന്നത്? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്ത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ 51 52 മുറിവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ കുഞ്ഞ് എന്തുമാത്രം വേദന സഹിച്ചാണോ. ഒരു അമ്മയായിട്ട് എനിക്കിത് കണ്ട് കേൾക്കാനും ഒന്നും പറ്റുന്നില്ല. കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? വേദനകൾ എങ്ങനെ സഹിക്കും? ഓരോരുത്തർക്ക് ഇല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. നമ്മളൊക്കെ എന്ത് ബുദ്ധിമുട്ടിയാ ഒരു കുഞ്ഞിനെ ഈ ലോകത്തോട്ട് കൊണ്ടുവരുന്നത്. അവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് നമ്മള്, സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു 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 സംഭവമാണ്. ആ കുഞ്ഞിന്റെ ഫേസ് തന്നെ നോക്ക്. അത് റീസെന്റ് ഏതോ റീലിനകത്തൊക്കെ ഇപ്പൊ എല്ലാരും എടുത്തിടുന്നുണ്ട് വീഡിയോസ് ഒക്കെ. 2 കൈയൊക്കെ ഒടിഞ്ഞെന്നും, അത് ഒടിഞ്ഞതാണോ ഒടിച്ചതാണോ ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ ഈ മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നത് ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, എല്ലാരും പിന്നെ മറക്കും. ഇവന്മാര് രക്ഷപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? ആ കുഞ്ഞ് എന്തോ തെറ്റ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, കുറച്ച് നല്ലവരായ അമ്മമാരുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ച ഈ കൊന്നുകളയുന്ന ടീംസിനെ, ഈ കൊണ്ട് കളയുന്ന ടീംസിനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഏതെങ്കിലും ഓർഫനേജിൽ കൊടുക്കുക. ദയവ് ചെയ്ത് ഒരാളുടെ ജീവൻ, അതായത് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കരുത്, അതിനെ ഉപദ്രവിക്കരുത്. ഇത്ര എനിക്ക് പറയാം. വേറെ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അനുവദിക്കുന്നില്ല.